ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അർജുനും കിരണും കൂടി നേരെ ശ്രീകുട്ടൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലാണ്. ശ്രീകുട്ടൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകുട്ടൻ്റെ ഓട്ടോ അങ്ങ് തടയാണ് കേട്ടോ. എന്നിട്ട് കാറിൽ നിന്നും അർജുനും കിരണും കൂടി പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ശ്രീകുട്ടൻ ആരാണ് എന്നെ തടയാൻ, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾ ആരാണെന്ന് നിനക്ക് അറിയണോടാ എന്നങ്ങ് ചോദിച്ചിട്ട് അർജുൻ ചൂടായിട്ട് തന്നെ ശ്രീകുട്ടൻ്റെ കൊളറിയിൽ അങ്ങ് കയറി പിടിക്കാന്, എന്നിട്ട് അടിക്കാൻ അങ്ങ് ഓങ്ങാൻ കേട്ടോ. എന്നിട്ട് ഒന്നങ്ങ് തള്ളി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീകുട്ടൻ നേരെ റോട്ടിലേക്ക് അങ്ങ് പോയി വീഴണേ. എന്നിട്ട് പറയാണ്, പൂജ എവിടെയടാ എന്ന് ചോദിക്കുമ്പോൾ പൂജയോ എനിക്കറിയില്ല, നിങ്ങൾ എന്താ ഈ പറയുന്നത്, എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നിന്നെ കാണാൻ റാണി വന്നിരുന്നില്ലേടാ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകുട്ടൻ അന്നങ്ങ് പതറാണ് കേട്ടോ. വന്നിരുന്നു, എന്നാൽ മര്യാദയ്ക്ക് നീ സത്യം പറഞ്ഞു, നിന്റെ കസ്റ്റഡിയിൽ റാണിയെ പോലെയുള്ള മറ്റൊരു പെൺകുട്ടി കൂടി ഇല്ലേ, അവളാണ് പൂജ, അവൾ എവിടെയാണ് നീ അടച്ചു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ നീ പറഞ്ഞോ, ഇല്ല എന്നുണ്ടെങ്കിൽ നിന്നെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനും ഞങ്ങൾക്കറിയാം എന്നങ്ങ് പറയട്ടോ. അപ്പോൾ കിരണ പറഞ്ഞതോട് കൂടിയിട്ട് ശ്രീകുട്ടനാകെ അങ്ങ് പേടിക്കുകയാണ്. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ ഒന്നും അറിഞ്ഞതുമല്ല, എനിക്ക് ഇതിലൊരു പങ്കുമില്ല, റാണി പറഞ്ഞതുപോലെയാണ് ഞാൻ ചെയ്തത് എന്നുള്ള കാര്യം അങ്ങ് പറയണ. റാണി പറഞ്ഞതുപോലെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണ് നീ ഞങ്ങളുടെ പൂജയെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്, അവിടേക്ക് വാ നീ, എന്നതിൻ്റെ ശേഷം ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നങ്ങ് പറയട്ടോ. അങ്ങനെ ശ്രീകുട്ടനെയും കൂട്ടിയിട്ട് അർജുനും കിരണും കൂടി നേരെ കാറിൽ കയറ്റിയിട്ട് അങ്ങ് കൊണ്ടുപോവാണ്. ആ സമയത്ത് ശ്രീകുട്ടൻ പൂജയെ തടവിലിട്ട് വെച്ച ആ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അവിടെ പോയി നോക്കുന്ന സമയത്ത് പൂജ ഇരുന്ന കസേരയിലൊന്നും ആരും തന്നെ കാണുന്നില്ല. അങ്ങനെ അർജുൻ ഒരുപാട് അങ്ങ് തെരഞ്ഞു നോക്കാൻ കേട്ടോ. പൂജ പൂജ എന്നങ്ങ് വിളിച്ച് ഒരുപാട് തെരഞ്ഞു നോക്കുന്ന സമയത്ത് പൂജയെ അവിടെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ശ്രീകുട്ടനെ വീണ്ടും അങ്ങ് അടിക്കുകയാണ്. ഇവിടെ ഇല്ലല്ലോ, നീ കളവ് പറഞ്ഞതാണ്, എവിടെയാടാ ഞങ്ങളുടെ പൂജ എവിടെയാന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെയാണ് അവളെ നിർത്തിയിരുന്നത്, പക്ഷേ എവിടെയാണെന്ന് അറിയില്ല, ഇവിടെ ഒരു തള്ളയും ഉണ്ടായിരുന്നു, സീതമ്മയാണ് ഞാൻ നോക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അവിടെ കാണുന്നില്ല എന്ന് കാണുമ്പോൾ അർജുനും കിരണും കൂടിയിട്ട് ഇവൻ എന്തോ കള്ളത്തരം കാണിക്കുകയാണ്, അതുകൊണ്ട് ഇവനെ ഇനി നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞ് അവർ 3 പേരും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താവും സീതമ്മ ഒരു ഓട്ടോയിൽ വന്നങ്ങ് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ സീതമ്മ ഇവരെ കണ്ടതോടുകൂടി സീതമ്മ അങ്ങ് ഓടി രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത് എന്നങ്ങ് പറഞ്ഞ് കിരൺ അങ്ങ് ഒച്ചയിടുകയാണ്. അപ്പോൾ സീതമ്മ പേടിച്ചുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന എൻ്റെ ഭാര്യ പൂജ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഇല്ല, ഇപ്പോൾ അവളെ എവിടേക്കാണ് മാറ്റിയത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സീതമ്മ പറയണ്, ഞാൻ പോകുന്ന സമയത്ത് അവൾ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് കുറച്ച് മുറുക്കാൻ വാങ്ങാൻ വേണ്ടി ഞാൻ പുറത്തു പോയതാണ് എന്നങ്ങ് പറയുമ്പോൾ ശ്രീകുട്ടൻ അങ്ങ് ചൂടാവണ്ട, എന്തിനാ തള്ളേ നിങ്ങൾ അവളെ എന്നെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് പോയത് എന്നങ്ങ് പറയണ. അങ്ങനെ കിരൺ പറയുകയാണ്, ഇവർ പറയുന്നതിൽ എന്തൊക്കെയോ പൊരുത്തക്കേടുണ്ട്, അതുകൊണ്ട് 2 പേരെയും കസ്റ്റഡിയിലാക്കുക തന്നെയാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ സീതമ്മ പറയുന്നുണ്ട്, അവനൊരു പാവമാണ്, അവനെ ഒന്നും കൊണ്ടുപോകരുത് എന്ന് പറയുമ്പോൾ 2 പേരെയും ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നും പറഞ്ഞിട്ട് സീതമ്മേനെയും ശ്രീകുട്ടനെയും കൂട്ടി അർജുനും കിരണും കൂടി അവിടെ നിന്ന് അങ്ങ് പോകാൻ കേട്ടോ. ഈ സമയത്ത് പൂജയെ അങ്ങ് മാറ്റി പാർപ്പിച്ചിട്ടുണ്ടാവും, അതും റാണിയുടെ പണി തന്നെയായിരിക്കും കേട്ടോ. റാണി അർജുൻ പുറകെ വരുന്നതും അർജുൻ നിരീക്ഷിക്കുന്നതും എല്ലാം തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മുൻകൂട്ടി തന്നെ റാണി വേറെ 2 ഗുണ്ടകളെ പറഞ്ഞയച്ച ശേഷം പൂജയെ പുറത്തു പോയ തക്കത്തിന് റാണി പൂജയെ അവിടെ നിന്നും മാറ്റി പാർപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് പൂജയെ കയറുകൊണ്ട് കെട്ടിയിട്ടിട്ടുണ്ടാവും, ഒരു കസേരയിൽ അങ്ങ് കെട്ടിയിട്ടിട്ടുണ്ടാവും. എന്നിട്ട് ആ കതക് അങ്ങ് തുറക്കാൻ കേട്ടോ. പൂജ ഇരിക്കുന്ന റൂമിൻ്റെ കതക് തുറന്ന ശേഷം റാണി പറയുകയാണ്, നിന്നെ ഇവർ കെട്ടിയിട്ടിട്ടുണ്ടോ, ഞാൻ അവരോട് കെട്ടിയിട്ടൊന്നും ഇടരുത് എന്ന് പറഞ്ഞതാണല്ലോ എന്നങ്ങ് പറഞ്ഞിട്ട് എന്നാൽ നമുക്ക് 2 പേർക്കും നേരിൽ കാണാം എന്നും പറഞ്ഞ് പൂജയുടെ നേരെ മുന്നിലേക്ക് റാണി അങ്ങ് വന്ന് നിൽക്കാൻ കേട്ടോ. റാണിയെ കണ്ടതോടുകൂടി പൂജ തന്നെ ആകെ അങ്ങ് അത്ഭുതപ്പെട്ടു പോവാണ്. എന്നിട്ട് പൂജയുടെ കയ്യിലെ കെട്ടൊക്കെ റാണി തന്നെ അങ്ങ് അഴിച്ചു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് റാണിയോട് ചോദിക്കുകയാണ് പൂജ, നീ എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്, നീ ആരാണ്, നീ എന്താണ് ചെയ്യുന്നത്, നീ റാണിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ റാണി തന്നെയാണ്, പക്ഷേ നിന്നെ ഞാൻ ഇവിടേക്ക് മാറ്റിയത് മറ്റൊന്നും കൊണ്ടുമല്ല, നിൻ്റെ ഭർത്താവ് ഒരു പൊട്ടനാണ്, അവൻ എന്നെ നിരീക്ഷിക്കുന്നതെല്ലാം തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അവൻ നിന്നെ ശ്രീകുട്ടം വഴി അവിടെ കണ്ടെത്തുമെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ആരും അറിയാതെ നിന്നെ വേറെ ആളുകളെ വിട്ട് ഇവിടേക്ക് മാറ്റി പാർപ്പിച്ചത് എന്നങ്ങ് റാണി പറയട്ടോ. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പൂജ ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നിന്റെ അച്ഛൻ എന്ന് പറയുന്ന ആ നന്ദഗോപനുണ്ട്, അയാളുടെ രക്തമാണ് നമ്മൾ 2 പേരും, നമ്മുടെ 2 പേരുടെയും ഞരമ്പിലൂടെ ഓടുന്ന രക്തം ഒന്ന് തന്നെയാണ്, ഒരച്ഛൻ്റെ മക്കളാണ് നമ്മൾ 2 പേരും, പക്ഷേ അയാളോടുള്ള പ്രതികാരം എനിക്ക് ഒരിക്കലും തീരാത്തത് തന്നെയാണ്, അയാൾ എൻ്റെ അമ്മയെ മോഹവാഗ്ദാനങ്ങളും കൊടുത്ത് ഒരു കുഞ്ഞിനെയും സമ്മാനിച്ച്
കടന്നു കളഞ്ഞവനാണ്. അതുകൊണ്ട് അയാൾക്കുള്ള ഒരു പണി ഞാൻ കൊടുത്തിരിക്കും. അതിനു കൂടി വേണ്ടിയാണ് നിന്നെ ഞാൻ കസ്റ്റഡിയിൽ വെച്ചിട്ടുള്ളത്. പിന്നെ നിന്റെ പേരിൽ ഒരുപാട് കോടാനുകോടി സ്വത്തുക്കളൊക്കെയുണ്ട്. അതിൽ എൻ്റെ പേരിലേക്ക് എല്ലാം തന്നെ മാറ്റും. അതിനുശേഷം മാത്രമാണ് നിന്നെ ഞാൻ ഭൂമിയിൽ നിന്നും പറഞ്ഞയക്കുകയുള്ളൂ. അതും ഞാൻ നിന്നെ പറഞ്ഞയക്കുന്ന സമയത്ത് നിന്റെ പേര് പൂജ എന്നല്ല, നിന്റെ പേര് റാണി എന്ന് ഞാൻ ആക്കി തീർക്കും. എന്നിട്ട് യഥാർത്ഥ പൂജ ഞാനായി മാറുകയും ചെയ്യും. നിന്റെ വീട്ടിലിപ്പോൾ ഞാൻ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഭർത്താവിൻ്റെ ഭാര്യയായും കൊണ്ടും നിന്റെ വീട്ടിലുള്ളവരുടെ നല്ല ഒരു പൂജയായും കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ അഭിനയിക്കുന്നത്. നിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കൊരു കൊട്ടേഷൻ കിട്ടിയതാണ്. അത് പ്രകാരമാണ് ഞാൻ അഭിനയിക്കാൻ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായത്. കമ്മീഷണറാണ് എന്നെ അവിടേക്ക് പറഞ്ഞയച്ചത്. അയാൾക്ക് നിന്റെ വീടുമായി ഇത്രയ്ക്കധികം പകയുടെ കാരണം എന്താണെന്നുള്ളതൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. എൻ്റെ അമ്മയെ വഞ്ചിച്ച അയാളെനെ ഞാൻ വെറുതെ വിടില്ല. നിന്റെ അച്ഛനെ ഞാൻ കൊന്നു തള്ളുക തന്നെ ചെയ്യും. എന്നിട്ട് ഞാൻ ആ കുറ്റം നിന്റെ പേരിൽ അങ്ങ് ചാർത്തും. എന്നിട്ട് പേപ്പറിൽ ഒരു ന്യൂസ് വരും, അമ്മയെ വഞ്ചിച്ച അച്ഛനെ റാണി എന്ന് പറഞ്ഞ മകൾ കൊന്നു എന്നാവും തലക്കെട്ടായിട്ട് വരിക. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ ജീവനോടെ തന്നെ പൂജയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നീ അങ്ങ് മരിച്ചിട്ടുമുണ്ടാകും. എന്നിട്ട് ആ കുറ്റമെല്ലാം നിന്റെ തലയിൽ അങ്ങ് കെട്ടിവെക്കുകയും ചെയ്യും എന്നുള്ള കാര്യമൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ പൂജയ്ക്ക് വല്ലാത്ത അങ്ങ് സങ്കടം വരികയാണ്. നന്ദൻ എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ പൂജയ്ക്ക് ചെറുതായിട്ടൊരു ഓർമ്മ പോലെ വരികയാണ് കേട്ടോ. അങ്ങനെ പൂജ ഇങ്ങനെ ഒരു ചതിയാണ് റാണി ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ റാണി അവിടെ നിന്നും പോവാൻ നിൽക്കുന്ന സമയത്ത് റാണി ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ പൂജ. എന്നിട്ട് പൂജ അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴത്തേക്കും റാണി പുറകെ ഓടിയ ശേഷം അവിടെ കിടക്കുന്ന ഒരു വടിയെടുത്ത് പൂജയുടെ തലക്കിട്ട് ഒന്നങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. ആ ഒരു അടി കിട്ടിയതോടുകൂടി പൂജയ്ക്ക് പഴയ ഓർമ്മകൾ എല്ലാം തന്നെ അങ്ങ് കിട്ടുന്നുണ്ട് കേട്ടോ. പക്ഷേ റാണിക്ക് ഓർമ്മ കിട്ടി എന്നുള്ള കാര്യമൊന്നും റാണിക്ക് മനസ്സിലാവുന്നില്ല. പൂജയുടെ തലക്ക് അടി കിട്ടിയതിൻ്റെ പേരിൽ വേദന കൊണ്ട് പൂജ പെടയുകയായിരിക്കും എന്നുള്ള ഭാവത്തിൽ റാണി ഒരു മൈൻഡും ചെയ്യാതെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. റാണി പോയി കഴിഞ്ഞ ശേഷം പൂജയുടെ മനസ്സിലേക്ക് പഴയ എല്ലാ കാര്യങ്ങളും അങ്ങ് ഓർമ്മയിൽ അങ്ങ് വരികയാണ് കേട്ടോ. വിശ്വനാഥൻ അച്ഛനെയും നന്ദനെയും അർജുനെയും എല്ലാവരെയും പൂജയ്ക്ക് അങ്ങ് ഓർമ്മ വരികയാണ്. അങ്ങനെ പൂജ അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. എങ്ങനെ ഇവളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടും എന്നുള്ള ചിന്തയോട് കൂടി തന്നെ പൂജ അങ്ങ് പൊട്ടിക്കരയാണ്. ഈ സമയത്ത് കിരണും അർജുനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ശ്രീകുട്ടനും സീതമ്മയും പറഞ്ഞതിൽ വാസ്തവം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് റാണി മുൻകൂട്ടി നീ എല്ലാ കാര്യവും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത് കൊണ്ട് തന്നെ പൂജയെ ഒരു പക്ഷേ റാണി തന്നെയാവും അവിടെ നിന്ന് മാറ്റിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ടാവുക എന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ അർജുൻ അങ്ങ് ദേഷ്യം വന്നിട്ട് ഇന്നത്തോടു കൂടി അവളുടെ കഥ ഞാൻ ഇന്ന് കഴിക്കുമെന്നങ്ങ് പറയട്ടെ. അപ്പോൾ കിരൺ പറയുകയാണ്, നീ എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അവൾ എന്തെങ്കിലും പൂജയെ ചെയ്യാൻ സാധ്യതയുണ്ട്. അവൾ പുറത്താണെങ്കിലും പൂജ ഇപ്പോൾ എവിടെയെങ്കിലും കസ്റ്റഡിയിലാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പൂജയെ ഇല്ലാതാക്കാനും അവൾ മടിക്കില്ല. അതുകൊണ്ട് നീ ക്ഷമിക്ക്. എന്നിട്ട് പൂജ ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ പൂജയെ നമ്മുടെ കസ്റ്റഡിയിൽ ആവുക തന്നെ ചെയ്യും. നമ്മുടെ കൈക്കുള്ളിൽ പൂജ എത്തുക തന്നെ ചെയ്യും. അതുവരെ നീ ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞ് കിരൺ അങ്ങ് അർജുനെ അങ്ങ് സമാധാനിപ്പിക്കാൻ കേട്ടോ. ഈ സമയത്ത് റാണിയാണെങ്കിലോ പൂജയുടെ വേഷത്തിൽ അങ്ങ് സാരിയൊക്കെ എടുത്ത് പൂജാമുറിയിൽ പോയി പൂജയൊക്കെ ചെയ്തിട്ട് അതിനുള്ള പ്രസാദവും കാര്യങ്ങളൊക്കെ മാധുരി അമ്മയ്ക്കൊക്കെ അങ്ങനെ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അച്ചമ്മയ്ക്കാണെങ്കിൽ പൂജയുടെ വേഷത്തിൽ കണ്ടപ്പോൾ സാരിയൊക്കെ എടുത്തുകൊണ്ട് റാണിയെ കണ്ടപ്പോൾ ഇപ്പോഴാണ് എൻ്റെ പൂജ മോള് പൂജയായത് എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി മാധുരിയും അച്ചമ്മയും ഇങ്ങനെ നോക്കാൻ കേട്ടോ. അങ്ങനെ അച്ചമ്മയും മാധുരിയും കൂടി മാറി നിന്നുകൊണ്ട് അങ്ങ് സംസാരിക്കുകയാണ്. ഞാൻ ആരും അറിയാതെ ഒരു ജ്യോത്സ്യരെ പോയി കണ്ടിരുന്നു. പൂജയ്ക്ക് ഇപ്പോൾ നല്ല കഷ്ടകാലത്തിൻ്റെ സമയമാണ്. അത് 11 മാസവും 12 ദിവസവുമാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് വഴിപാടും പൂജകളും ഒക്കെ ചെയ്യണം. എല്ലാ ശനിയാഴ്ചയും എല്ലാ കാര്യവും ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ മാധുരിയോട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അച്ചമ്മ. അപ്പോൾ അത് കേട്ടോണ്ട് തന്നെ റാണി അങ്ങ് വരികയാണ്. എന്നിട്ട് റാണി ചോദിക്കുക, എന്താണ് അച്ചമ്മ പറയുന്നത്? ഒന്നുമില്ല, ഞങ്ങൾ നിന്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്ന് പറയട്ടെ. അപ്പോൾ റാണി അങ്ങ് സോപ്പിടുകയാണ് അച്ചമ്മേനെ. അച്ചമ്മയുടെ കാലുവേദന ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ കുറവുണ്ട്. നീ ആവുമ്പോൾ എനിക്ക് കാല് വേദനിക്കുന്ന സമയത്ത് നീ പ്രത്യേക തരമായിട്ട് എന്നെ ഒന്ന് ഒഴിഞ്ഞു തരാറുണ്ട്. എന്നിട്ട് നീ ഒരു ട്രിക്ക് അങ്ങ് ഉപയോഗിക്കാറുണ്ട്. അതെന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. കാലിൻ്റെ വിരൽ പൊട്ടിക്കുന്നതല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ അച്ചമ്മ പറയണ, അതിന് നിനക്കൊരു പ്രത്യേക തരം കഴിവുണ്ട്. അതാണ് ഞാൻ എടുത്തിട്ട് പറയാൻ കാരണം എന്നങ്ങ് പറയുമ്പോൾ റാണി മനസ്സിലങ്ങ് കരുതണ്ട. എങ്കിൽ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. പൂജയ്ക്ക് എന്തോ ഒരു പ്രത്യേക തരത്തിൽ അത് കാലുമത്തെ വിരൽ പൊട്ടിക്കാനുള്ള ട്രിക്കുണ്ട് എന്നല്ലേ അച്ചമ്മ
പറഞ്ഞത്. അപ്പോൾ കൂടുതൽ സംസാരിച്ചാൽ പിടി വീഴും, അതുകൊണ്ട് ഇതിൽ രക്ഷപ്പെടാൻ വേറെന്തെങ്കിലും സംസാരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ റാണി മനസ്സിലങ്ങ് കരുതാൻ കേട്ടോ. ആ സമയത്താണ് മധുവാൻ്റി അങ്ങ് വരികയാണ്. എന്നിട്ട് മധുവാൻ്റി പറയണ്, അല്ല പൂജ, നിന്റെ വേഷമൊക്കെ മാറിയല്ലോ, നീ ഇപ്പോൾ തനി നാടൻ രീതിയിലുള്ള ഒരു പെൺകുട്ടിയുടെ വേഷത്തിലാണോ? ഇപ്പോഴാണല്ലോ പൂജയുടെ അതേ വേഷത്തിൽ നീ അങ്ങ് നിൽക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ, അതെന്താ മധു ആൻറ്റി, ഞാനിപ്പോൾ ഇന്നലെ ഒരു പ്രസംഗം കേട്ടു, അതിൽ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കണം എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം എന്നങ്ങ് കരുതി. ഏതായാലും നിങ്ങൾക്ക് മോഡേൺ ഡ്രസ്സുകളൊന്നും ഞാൻ ധരിക്കുന്നത് ഇഷ്ടമില്ലല്ലോ, അപ്പോൾ പിന്നെ സാരി അങ്ങ് ഉടുത്ത് മതി എന്ന് ഞാനും ചിന്തിച്ചു. അത് ഏത് പ്രസംഗമാണ് നീ കേട്ടത് എന്നങ്ങ് ചോദിക്കേണ്ട. റാണി മധു ആൻറ്റിക്ക് ഇട്ട് ഒന്ന് കൊട്ടണം എന്നുള്ള ഭാവത്തിൽ അങ്ങ് പറയാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്.